മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ ഇഷ്യൂ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഉടമസ്ഥ തന്നെ ഇപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂവിനൊക്കെ തൻ്റെ ഭാഗത്ത് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെയാണ് ആ ഒരു ലേറ്റസ്റ്റായിട്ട് അവരിട്ട വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ആൾക്കാർ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു മൂൺ ഗോഡസിനെതിരെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതും, പിന്നെ ഇനി മൂൺ ഗോഡസ് ആരാണ്, ഇവരെ പറ്റി എന്താണ്, ഈ ഷോപ്പിൻ്റെ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കമൻസ് ഇട്ടവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതും നമ്മുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ളതും മൊത്തത്തിൽ എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൻ്റെ പേരാണ്. ഇവർക്ക് കുറേയധികം സ്ഥലങ്ങളിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിൻ്റെയൊക്കെയാണ് മെയിൻ. ഇവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഇവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇവരുടെ പോസ്റ്റ് ഈ ഒരു ഷോപ്പിൻ്റെ എന്തൊക്കെ ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ടെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെയാണ് അവർ പ്രൊമോട്ട് അധികം ചെയ്തിട്ടുള്ളത്. ഇപ്പം 4-5 വർഷത്തോളം കാണും ഇവർ ഇതൊക്കെ തുടങ്ങിയിട്ട് തന്നെ. കുറേയധികം ബ്രാഞ്ചസും ഉണ്ട്. കൂടുതൽ ഓൺലൈൻ വഴി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഷോപ്പിങ്ങിലൂടെയൊക്കെയാണ് പോകുന്നത്. വില കുറച്ച രീതിയിൽ ഡ്രസ്സ് സ്ത്രീകൾക്ക് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ കുറേയധികം പേര് ഇവരെ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഈ ഒരു പ്രോഡക്റ്റൊക്കെ, ഈ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നോക്കി നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ സ്വയമേ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെയും പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും ആദ്യമേയൊക്കെ ഈ ഒരു മൂൺ ഗോഡസിൻ്റെ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഓണർ കുറേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ഒരു ഷോപ്പ് ഇങ്ങനെയൊക്കെ തുടങ്ങാനുള്ള കാരണം തന്നെ വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. ഇപ്പോഴും അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നതിൽ ഇഷ്ടപ്പെടാത്ത കുറേയധികം പേര് എനിമിയായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഈ ഒരു ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ഇവർക്കെതിരെ ഉണ്ടെങ്കിൽ കുറേയധികം കംപ്ലയിൻസൊക്കെ കുറച്ച് പേര് ഇവരെ അടുത്തുനിന്ന് ഡ്രസ്സ് വാങ്ങിച്ചവരൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഡ്രസ്സ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഓൺലൈനായിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേയധികം വീഡിയോസ് കാണുന്നു, അതിൽ ഡ്രസ്സ് കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നു. ഇവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നു, പൈസ സെൻഡ് ചെയ്യുന്നു. പക്ഷേ സെൻഡ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ കുറേയധികം പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ 2-3 പേരായിരുന്നു ഇതേ കണക്ക് ഞങ്ങൾക്ക് ഇതുവരെ ഓർഡർ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോന് താഴെയൊക്കെ വന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ തന്നെ അത് ഉടനെ കിട്ടും, ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതേ കണക്ക് കുറച്ച് ലേറ്റായിട്ട് ഇത് കിട്ടത്തുള്ളൂ, കുറേയധികം ഓർഡറും കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് കുറച്ച് ഏകദേശം 1-2 മാസം അടുപ്പിച്ചേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേയൊക്കെ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം കുറച്ച് നാളും കൂടെ കഴിഞ്ഞതിന് ശേഷം കുറേയധികം പേര് ഇവർക്കെതിരെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുണ്ടെങ്കിൽ പൈസ കൊടുത്തു, ഓർഡർ എല്ലാം ചെയ്തു, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കുറേയധികം പേര് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്തൊന്നും ഇവർ ഈ ഒരു മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ ഇവരൊക്കെ ഓണറൊന്നും ഇതിന് മറുപടിയോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചും കൂടി നാൾ കഴിഞ്ഞപ്പോഴത്തേന് കുറേ അധികം പേര് ഇവർക്കെതിരെ കംപ്ലയിൻറ്റും കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഭയങ്കര പറ്റിപ്പാണ് എന്നുള്ളത്. ഞങ്ങളിപ്പം ഏകദേശം ഓർഡർ കൊടുത്തിട്ട് 1 വർഷത്തോളമായി, ഇതുവരെ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ പൈസയാണെങ്കിൽ അവരുടെ കയ്യിലാണ്. ഒന്നെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു തരണം, നിങ്ങൾക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് ഇവരിടുന്ന വീഡിയോസിന് താഴെ വന്ന് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരതിനൊന്നും മറുപടിയൊന്നും ആ സമയത്തൊന്നും തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പരാതിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറേയധികം സോഷ്യൽ മീഡിയയിൽ ഇവരെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യില്ലേ, ഓരോ ടോപ്പിക്കിൽ ഇഷ്യൂ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് വീഡിയോ ചെയ്യുന്നവരെ കോൺടാക്റ്റ് ചെയ്യും. അവരെടുത്ത് ഇവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൈസ കൊടുത്തു, ഓർഡർ എല്ലാം ചെയ്തു, പക്ഷേ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ആ ഒരു ഡ്രസ്സ് കിട്ടുന്നേ ഇല്ല, ഏകദേശം 1 വർഷത്തോളം വരെ വെയിറ്റ് ചെയ്തു, എന്നിട്ട് പോലും ഒരു മറുപടിയില്ല, ഞങ്ങളുടെ പൈസ അവരുടെ കയ്യിലാണ്, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ ആൾക്കാരെ സമീപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഈ ഒരു ടോപ്പിക്ക് കേട്ട സമയത്ത്
സമയത്ത് ഓക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് വീഡിയോയും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഈ ഒരു മൂൺ ഗോഡസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുണ്ടെങ്കിൽ ഭയങ്കര പറ്റിപ്പൊക്കെ നടത്തുന്നുണ്ട്. കുറേയധികം പേരതിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രോഡക്റ്റ് കൊടുത്തിട്ടില്ല. ഏകദേശം 1 വർഷത്തോളമായി എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഇവർ ഈ ഒരു മൂൺ ഗോഡസിൻ്റെ ഓണർ ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം കംപ്ലയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസിനൊക്കെ താഴെ വന്നിട്ട് കമൻസൊക്കെ നെഗറ്റീവായിട്ട് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിലും തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ ഇതേ കണക്ക് വിൽക്കുന്നതൊന്നുമില്ല. എൻ്റെ ഈ ഞങ്ങളുടെ ഒഫീഷ്യൽ ഒരു പേജുണ്ട്, അതിൽ കൂടെയാണ് വിൽക്കുന്നത്. നിങ്ങൾ അതിൽ വന്ന് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. മറ്റ് ചിലരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പല വാട്സപ്പിലും അതിലും ഇതിലും ഒക്കെ ചെന്നിട്ട് ഇതാണെങ്കിൽ ഇത്ര രൂപ മതി, നിങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് വിശ്വസിച്ച് കുറേയധികം പേരുണ്ടെങ്കിൽ കൊടുത്ത് പറ്റിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടും അല്ലാതെ പല പോസ്റ്റുകളിൽ ചെന്നിട്ട് ഞാനാണെങ്കിൽ പറ്റിപ്പ് നടത്തുവാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിലൊരു സത്യമില്ല. അങ്ങനെ ഇനിയും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുവാണെങ്കിൽ, ഇതേ കണക്കുള്ള പറ്റിപ്പിൽ ചെന്ന് പെടുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ റെപ്യൂട്ടേഷൻ കളയുവാണ്, ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ കളയുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂൺ ഗോഡസ് അവരുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞെങ്കിൽ പോലും കുറേയധികം പേര് ഇതേ കണക്ക് വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇവർക്ക് തന്നെ കറക്റ്റായിട്ടാണ് ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് മറുപടി ഒന്നും വന്നിട്ടില്ലായിരുന്നു. അത് കുറേ നാളുകൾക്ക് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ പറ്റി വലിയ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെയും ഇവരെക്കുറിച്ചുള്ള ചർച്ച പൊങ്ങി വന്നേക്കുവാണ്. അതിലാണ് ഇപ്പം ഇവർ മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് ഏതോ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഏകദേശം 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു. പക്ഷേ അവർക്ക് ഒരു പ്രോഡക്റ്റും കിട്ടിയില്ല. അത് ഒട്ടും പറ്റാതായ സമയത്താണ് ഇവർ കംപ്ലയിൻറ്റുമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കൺസ്യൂമർ കോർട്ടിൽ. അവിടെ ചെന്നിട്ട് ഇത് കണക്ക് കോർട്ടിൻ്റെ വിധി വന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തവർക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ ഈ മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൻ്റെ അവരുടെ അടുത്ത് പറഞ്ഞു ഏകദേശം 10,000 രൂപയോളം നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കുറേയധികം പേര് കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ റെഡിയായി. കാരണം അവർക്കും പൈസ കിട്ടാൻ ഉണ്ട്. ഏകദേശം 1 വർഷത്തിൽ കൂടുതലൊക്കെ ഇവരുടെ പൈസ ഇവരുടെ കയ്യിൽ മൂൺ ഗോഡസിൻ്റെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതും കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ വീഡിയോസ് കുറേയധികം പേര് പ്രോഡക്റ്റ് വാങ്ങാൻ ശ്രമിച്ച് പറ്റിക്കപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഓരോന്നായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇവർ തന്നെ മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കുറേയധികം വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഞാനുണ്ടെങ്കിൽ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഷോപ്പിൻ്റെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഈ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കള്ളമൊന്നും പറയുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയൊക്കെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മകനുണ്ടെങ്കിൽ വീണ് തല പൊട്ടി ഭയങ്കര പ്രശ്നമൊക്കെ ആവുകയും അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനുണ്ടെങ്കിൽ കുറച്ച് നാളത്തേന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ എൻ്റെ മോൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്താണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൽ കുറേയധികം പ്രശ്നങ്ങൾ വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം കംപ്ലയിൻ്റൊക്കെ നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അതൊക്കെ ഉടനെ തന്നെ പരിഹരിക്കുന്നതായിരിക്കും. ഞാൻ കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇത്രയും ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ മകൻ്റെയൊക്കെ ഒരു അത്യാവശ്യ കാര്യം വന്നതുകൊണ്ടാണ് ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരുന്നതും. അതുകൊണ്ടാണ് കംപ്ലയിൻസും കാര്യങ്ങളും വന്നത്. ഉറപ്പായിട്ട് ഇതെല്ലാം പരിഹരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുണ്ടെങ്കിൽ പഴയ കണക്ക് തന്നെ എത്ര നല്ല രീതിയിൽ ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം മാക്സിമം കൊടുക്കുകയും ചെയ്യും. ഇപ്പം കുറച്ച് ഓർഡർ എടുക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. കാരണം പെൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേയധികം പേർക്ക് കൊടുക്കാനുണ്ട്. അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആവുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു കാര്യം മനസ്സിലാക്കുമെന്നും ഞങ്ങളെ വിശ്വസിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മൂൺ ഗോഡസിൻ്റെ ഓണർ ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.